എന്റെ മാത്തു, നീ ഇന്നും സ്വപ്നം കണ്ടല്ലേ? അളിയ സ്റ്റാഫ് മീറ്റിങ്ങിന് ഒരാഴ്ച പോലും ഇല്ല. ആ സിറിയക്കിനെ ഗൗരിനെ ഡ്രാമ പ്രാക്ടീസ് സംഘടിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. നീ വരുന്നുണ്ടോ ഇല്ലയോ? നല്ലൊരു സാറ്റർഡേ ആയിട്ട് നീ സിറിയക്കിനെ വിളിച്ചോ? ഇല്ലല്ലോ, നോക്കട്ടെ. രക്തം ചിതറിയ മണ്ണിലൂടെ കാലാകാലങ്ങളിലായി ഞാൻ ഈ പരശുരാമൻ മഴുമേന്തി യാത്ര തുടരുന്നു. എന്റെ ഹൃദയത്തിലെ ചുട്ടുനീറുന്ന കനലുകൾ കാരണം നിന്റെയൊക്കെ നശിച്ച തലമുറയെ അരിഞ്ഞു വീഴ്ത്തും. മാത്തു എൻട്രി. ഓ കം ഓൺ ഡൂഡ്. ഓ കം ഓൺ ഡൂഡ്, ദാറ്റ് വോണ്ട് ഹാപ്പൻ. എടാ, ബാക്കി ഡയലോഗ് എന്നായിരുന്നു? ഡയലോഗ് ഇനിയും പഠിച്ചില്ലേ? എടാ, എനിക്ക് ഒരു തവണ പറഞ്ഞു തന്നാൽ മതി, പിന്നെ എന്താ ആർക്കും. നീ തകർക്കണ്ട, ഈ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്തോളാം. സിറിയക്ക ബാ. എന്റെ ജോജോ അവൻ ചെയ്യട്ടെന്ന്. അമ്മൂന്നെ ശരിയാ കേട്ടത്? അത് അവിടെയും കേട്ടു. ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു, അപ്പോഴാ കേട്ടത്. ഒന്ന് നോക്കട്ടെ. അമ്മു, അപ്പാ ഇത് കണ്ടോ? ഈ ഡോളും കീറി. പപ്പാ, എനിക്ക് ഇതിപ്പോ രണ്ടാമത്തെ പാവയാ ഇങ്ങനെ. ആരാണാവോ ഇങ്ങനെയൊക്കെ ചെയ്യണേ? അമ്മു, മോള് തന്നെയല്ലേ ഇത് ചെയ്തേ? അപ്പയും അമ്മയും കളിപ്പിക്കാൻ. ഒരു മിനിറ്റ്. അളി, എന്നെ എത്ര എമർജൻസി? ഇന്ന് രാവിലെ നമ്മൾ സിറിയക്കിനെ വിളിച്ചില്ലേ? അപ്പോൾ സിറിയക്ക് എന്നതാ പറഞ്ഞേ? സിറിയക്കെ, ഇത് ഞാനാ മാത്തുക്കുട്ടി. ഇന്ന് ഡ്രാമ റിഹേഴ്സൽ ഉണ്ടോ? അതെ മാത്തു, ഇന്ന് വേണ്ട, ഞങ്ങളൊരു ഫാമിലി പിക്നിക് പോവാ. ഓ, അത് ശരി. അപ്പം നിങ്ങളെങ്ങനെയാ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലടാ, ഞങ്ങള് കാറിലാണ്. ആ, എന്നാ ഓക്കടാ, ശരി. ഹാപ്പി ജേണി. സിറിയക്ക് ഒരുമാതിരി ഇങ്ങനെ വാക്കുമാറ്റി പറയല്ലേ. ഞാൻ റെഡിയാ. മാത്തുവിന് പിന്നെ കുളിയും പല്ലേപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങ് എത്തും. ഒരു 5 മിനിറ്റ്. മാത്തു വേടാ പോ. മാത്തു, സിറിയക്കും ഗൗരിയും കാറിന് പിക്നിക്കിന് പോവാന്നല്ലേ രാവിലെ പറഞ്ഞേ? അതെ. വന്നപ്പോൾ ഇവിടെ ഈ പോർച്ചിൽ കാറിലായിരുന്നല്ലോ. നമുക്ക് പ്രാക്ടീസ് തുടങ്ങിയാലോ? എന്റെ സീൻ എപ്പോ വരും? ഇതാരും കീറിയതല്ല കേട്ടോ. ഈ പാവകൾ ഇതാരും കീറിയതല്ല, ആരോ കത്രി കൊണ്ട് കട്ട് ചെയ്തതാ. കണ്ടില്ലേ, സ്ട്രെയിറ്റ് ആയുള്ള കട്ട്. ഓ, അത് വലിയ കാര്യായി. ഓക്കെ, പക്ഷെ ആര് കട്ട് ചെയ്യുന്ന മാത്തു പറയുന്നേ? പുറത്തു നിന്നാരും വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇവിടെയുള്ളവരാരെങ്കിലുമൊക്കെ തന്നെ ആവും. ഇവിടെ ഞാന്, ഗൗരി, പിന്നെ എൻ്റെ അനിയനും അനിയത്തിയും. പറഞ്ഞ പോലെ ടോണി സീനെ നമ്മൾ ഇന്ന് രാവിലെ കണ്ടായിരുന്നല്ലോ. ഹായ്. ഹായ്. പറഞ്ഞേള്ളൂ, ദാണ്ട വരുന്നു ആങ്ങളെയും പെങ്ങളും. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാറ് നിങ്ങളെന്ത് സയമൈസ് സെറ്റകളാണോ? ഞങ്ങൾ ട്വിൻസാ ചോദിച്ചേട്ടാ, അറിയത്തില്ലായിരുന്നോ? പക്ഷെ ഞാനാ മൂത്തത്. ട്വിൻസോ? നിങ്ങളോ? കൊച്ചിലെ ഇവർ രണ്ടുപേരും കീരിയും പാമ്പുമായിരുന്നു, ഇപ്പോ ഉറുമ്പും പഞ്ചാരയാ അല്ലേടി? എന്ന് വെച്ച ടോമും ജെറിയും പോലെ അല്ലേ? ദേ പിന്നെയും ഒരു കുഴപ്പമില്ലാണ്ട് അവൾ ആ ഡോൾ എടുത്ത് കളിക്കായിരുന്നല്ലോ.
അതിന് ഡോൾസ് രണ്ടും ഇതല്ലേ ഇരിക്കുന്നേ. മോക്ക് ഞാൻ മൂന്നാമത്തെ പാവ എടുത്ത് കൊടുത്തായിരുന്നു കളിക്കാൻ. മൂന്നാമത്തെ പാവ ശ്ശോ. എന്റെ അമ്മു എന്നാത്തിനാ മോള് കരഞ്ഞ? ഉം. ഏ ഷോ ഇതെന്നാ കളിയാ? അമ്മു പറഞ്ഞേ, മോളല്ലേ ഇത് വെട്ടിക്കളഞ്ഞേ? ഏ അല്ല, അമ്മ അല്ല. പിന്നെ ആരാ അമ്മു? മോൾ ആരെങ്കിലും കണ്ടോ? ഈ അങ്കിളാ, ഞാൻ കണ്ടതാ. ഞാനോ? ഞാൻ എന്റെ ജോജോ, കോടാലിയും കത്രിക ഇത് രണ്ടും നിന്റെ കയ്യിലുണ്ട്. ഈ ഡോൾസ് ആണെങ്കിൽ തൊട്ടാ കീറിപ്പോവും. അങ്ങനെ അബദ്ധി വല്ല കത്രിക വല്ലതും കൊണ്ടതായിരിക്കും. എന്തായാലും പേടിച്ചുപോയി. ഓ സമാധാനമായി. ശരിയൊക്കെ ഒരു സെക്കൻഡേ. എന്നാ മാത്തു? ശരിയൊക്കെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇതൊരു സാധാരണ പാവയല്ല. ഇത് സാധാരണ പാവയല്ലെന്നോ? ആ, ഇത് കശ്മീർ പാവയാ. ഇറ്റ്സ് എ കശ്മീരി ഡോൾ. അതിന് മാത്തിച്ചേട്ടാ, ഞാനിത് കടവന്ത്രന്ന് വാങ്ങിച്ചേ. സോ ഇറ്റ്സ് എ കടവന്ത്ര ഡോൾ. അങ്ങനെയല്ല, ഈ പാവയുടെ പേരാ കശ്മീർ പാവയെന്ന്. പിന്നെ നീ എന്നാത്തിന് ഈ 4 ഒരുമിച്ച് വാങ്ങിച്ചത്? ഒന്നെടുത്തപ്പോ ഒന്ന് ഫ്രീ ആയിരുന്നു, അങ്ങനെ 2 എടുത്തപ്പോ 4 കിട്ടി, അത്രേ ഉള്ളൂ. അതെ, ഞാൻ കേട്ടിട്ടുള്ളത് ഈ കാശ്മീർ പാവ കാരണം ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്ന. വിചാരിക്കാത്തത് പലതും സംഭവിക്കും. ആ മധു ചേട്ടാ, ഞാൻ കേട്ടിട്ടുണ്ട് കശ്മീരി പാവയെന്ന്. ഇതിവിടെ വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നപ്പോ നീ എന്നെ ഒന്നും ഉണ്ടായിരുന്നു? അതിന് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞതാ, ഈ ഓജോ ബോർഡൊക്കെ ചെയ്യുമ്പോ അവരത് സെന്ററിൽ വെക്കുന്നാ പറഞ്ഞേ. ഞാനും കേട്ടിട്ടുണ്ട് ഈ കാശ്മീരി ഡോൾസിനെ പറ്റി. ഇറ്റ്സ് എ ബാഡ് ബിസിനസ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ഇതുപോലത്തെ എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ? ജസ്റ്റ് ബീങ് ക്യൂരിയസ്. ആ പണ്ടിതുപോലെ ഒരു ബാബി ഡോൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് നെക്സ്റ്റ് മോർണിംഗ് എന്റെ ഹെയർ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. ആരോ കട്ട് ചെയ്ത പോലെ തോന്നി. എന്നതാ മാത്തു അതും തമ്മില് എന്നതേലും പറയാൻ പറ്റത്തില്ല. ആ ശരിയൊക്കെ ഗൗരി, ഞങ്ങൾ ഇറങ്ങിയേക്കുവാ. ഉച്ച കഴിഞ്ഞിട്ട് ഡ്രാമ ബാക്കി നോക്കാം. പിന്നെ ഈ പാവകളുടെ മേലൊരു കണ്ണ് വേണം കേട്ടോ. ശരി ശരി. ശരിയാക്കെ ശരിയൊക്കെ സത്യത്തിൽ കേട്ടിട്ടുണ്ടോ ഈ കാശ്മീരി ഡോൾസിനെ പറ്റി? അത് പിന്നെ ഇല്ല. ചുമ്മാ കള്ളം പറഞ്ഞിടും. ഇത് തന്നെ എത്രാമത്തെ കള്ള? സീനാമേ, എന്നാലും നീ എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ക്രിട്ടിസൈസ് ചെയ്തത് ശരിയായില്ല. ഞാൻ എന്നാ പറഞ്ഞതാ ടോണിക്കുട്ടൻ പറയുന്നേ? ഞാൻ ആ കാശ്മീരി ഡോൾസ് വാങ്ങിച്ചോണ്ട് വരണ്ടെന്ന് നീ പറഞ്ഞില്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്? ഇതാണോ ഇത്ര വലിയ കാര്യം? അത് വാങ്ങിച്ചത് നിന്റെ കുറ്റമല്ലോ, നീ വിവരക്കേട് കൊണ്ട് വാങ്ങിച്ചതല്ലേ. വിട്ടുകള ടോണിക്കുട്ടാ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എന്നാലും കശ്മീർ പാവൽക്കാരൻ എൻ്റെ മാനം പോയി. നീ രാവിലെ പേപ്പർ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ അവിടെ വന്നെന്നല്ലേ പറഞ്ഞ്, കയ്യിലൊരു പാവയുമായിട്ട്? അതെ, ബാക്കി 3 ടേബിളിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മുവിൻ്റെ കയ്യിലിരുന്ന പാവയുടെ കാൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓർമ്മയില്ല മാത്തു. എന്നാ കാര്യങ്ങൾ ടൈം ലൈനൊന്നും അങ്ങോട്ട് കണക്റ്റ് ആകുന്നില്ല. ആദ്യം അമ്മുവിൻ്റെ വിളി കേട്ട് നമ്മൾ ഓടിച്ചെന്ന് നോക്കി കുറേ കഴിഞ്ഞപ്പോൾ ഗൗരി പറഞ്ഞത് ഓർമ്മയില്ലേ, ഇതിന്ന് 2ാമത്തെ പാവയാന്ന്. അതായത് നമ്മളവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഒരു പാവയുടെ കാൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മറ്റു 2 പാവകളുടെയും കാൽ മുറിഞ്ഞത് നിൻ്റെ കയ്യിൽ നിന്ന് കത്രിക കൊണ്ടാണെങ്കിൽ കൂടി ആദ്യത്തെ പാവയുടെ കാലെങ്ങനെ മുറിഞ്ഞു? എനിക്കറിയാൻ വയ്യ മാത്തു. സിറിയക്ക് എന്നാത്തിനായിരിക്കും രാവിലെ പിക്നിക്കിന് പോകാൻ നമ്മളോട് നുണ പറഞ്ഞത്? നമ്മളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണം തോന്നാൻ അവൻ എന്താ കാരണം? ഓ, അതാ സിറിയക്കിന് ഡ്രാമ പ്രാക്ടീസിന് വരാനുള്ള മടിയുണ്ട്.
കാറ് കുറേ നാളായിട്ട് വീട്ടിലില്ലായിരുന്നേ. വണ്ടി ഒരാഴ്ചയായിട്ട് വർക്ക്ഷോപ്പിലായിരുന്നെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. രാവിലെ നമ്പർ അടിച്ച് ഓർക്കാതെ. അത് കൊള്ളാലോ. സീനി ഇനി എന്നോട് പിണങ്ങുമെന്ന് എൻ്റെ പേടി. അവളുടെ മുന്നേ ഞാൻ നാറിയില്ലേ. ടോണി എങ്ങോട്ടാടാ? ടൗണിലേക്ക് ഏട്ടാ. ആരെങ്കിലും വരുന്നുണ്ടോ? എന്താ നീ വിട്ടോടാ, എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യമുണ്ട്. ടോണിയുടെ ഒരു കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ, അത് മനസ്സിലായല്ലേ. കൊച്ചിലുണ്ടായ ഒരു ആക്സിഡൻറ്റാ. ബൈക്കിലിരുന്ന് കിക്കറടിച്ചാൽ മുട്ടിന് ചെറിയൊരു വേദന ഉണ്ടാവും. ഒറ്റക്കാലിൽ നിന്നുള്ള നിന്റെ കിക്കറടി കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് നിന്റെ കാലിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. ജോജു എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ്? അത് സിന, ഞാൻ കുറേ നാളെ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യമാണ്. എന്നതാ? അത് എനിക്ക് സീനയെ അല്ല, സീനയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ കശ്മീരി ഡോൾസ് മനഃപൂർവ്വം കയറിയതാണെന്ന്? അതൊരു കയ്യബദ്ധം പറ്റിയതല്ലേ. പക്ഷെ ഞാൻ എത്ര ആലോചിച്ചിട്ട് അങ്ങനെ ഒരു കൈബദ്ധം പറ്റിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളല്ലാതെ വേറെ ആരും തന്നെ വീട്ടിലോട്ട് ഇല്ലതാനും. ജോജോനോട് ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിൽ കുറെ നാൾ മുമ്പ് അമ്മൂനെ നോക്കാൻ ഒരു ആയ ഉണ്ടായിരുന്നു, ദേവമ്മേന്റെ. ദേവമ്മയോ? ആ, അവര് മഹാപ്രശ്നക്കാരിയായിരുന്നു. ഗൗരി ചേച്ചി പറഞ്ഞില്ലേ ബാബി ഡോളിന്റെ മുടി മുഴുവൻ പോയ കാര്യം? അതിന്റെ പേരിലാ ചെറിയാക്കിച്ചായനെ അവരെ പറഞ്ഞു വിട്ടത്. അതിനത് കുറെ മുമ്പല്ലേ? ആ അതെ, പക്ഷെ പോയി കഴിഞ്ഞ അവരെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പക്ഷെ സിറിയാക്കിച്ചായനെ അവരെ തിരിച്ചെടുത്തില്ല. അല്ല, ജോജോ എന്നതാ പറയാൻ വന്നേ? ഷോ, മാത്തുക്കുട്ടിയാണല്ലോ. എന്നാ മാത്തു? ഞാനങ്ങ് ദൂരെ നിൽക്കുവാ. നീ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരൊന്നുമില്ലടാവേ. മാത്തുച്ചേട്ടനാണോ? ഇങ്ങതാ, ഞാൻ സംസാരിക്കാം. ഹലോ മാത്തുച്ചേട്ടാ, ഞാൻ സീനിയ. ഞങ്ങള് രണ്ടാളും സ്കൂപ്സിലിരിക്കുക. ഇങ്ങ് പോരുവന്നോ? ഓക്കേ. അപ്പൊ ജോജോ ചേട്ടൻ മാത്തുച്ചേട്ടൻ വരുന്നവരെ ഇവിടെ ഇരിക്കെ. ഗൗരി ചേച്ചി അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോവാ. ബൈ. ഈ ദേവമ്മ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ടെന്നല്ലേ പറഞ്ഞു? പിന്നെ നീ എന്നതാ എന്തോ ക്ലൂ കിട്ടിയെന്നൊക്കെ പറഞ്ഞത്? പറയാം. എടാ, ഞാനിന്നൊരു സ്വപ്നം കണ്ടു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ജീവിതത്തിൽ എന്നാ പ്രശ്നം വന്നാലും ഉത്തരം കിട്ടാൻ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ടെന്ന്? ഇന്നും ഞാൻ അതുപോലൊരു സ്വപ്നം കണ്ടു. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്, ആ പാവകൾ നമ്മുടെ മുൻപിലുണ്ടായിരുന്ന മുഴുവൻ സമയവും അതിൻ്റെ പിന്നിലുള്ള വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുന്ന എല്ലാ തെളിവുകളും അതിന്മേൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. എന്നതാ നീ കണ്ട സ്വപ്നം? ഒരു പാവ താഴേക്ക് വീഴുന്നു. ഒരു കറുത്ത ഗ്ലൗസിൻ്റെ കൈവന്ന് അതെടുക്കുന്നു. ആ, പിടികിട്ടി. അപ്പ വീട്ടിലൊരു കറുത്ത ഗ്ലൗ ഉണ്ടാവും. നിങ്ങൾ എത്തിയോ? ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ തുടങ്ങുമായിരുന്നു. നിങ്ങൾക്ക് കൊടുക്കാം. ജോജോ, നീ ആ ഗ്ലാസ്സുകൾ ശ്രദ്ധിച്ചോ? അതിന് ഗൗരിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് അല്ലേ ഉള്ളൂ. അതല്ല, ഈ മേശപ്പുറത്തുള്ള ഗ്ലാസ്സുകൾ. താങ്ക്സ്. താങ്ക് യു. ഇത് ഞങ്ങളുടെ ഡയറ്റ് പ്ലാനാ.
ഇപ്പോൾ ലഞ്ച് ഒരു ഫ്രൂട്ട് സലാഡ് മാത്രം. നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ഡോൾസിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 4-മത്തതിൻ്റെ കാലും ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുമെന്നായിരുന്നു പേടി. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. കീറണമെങ്കിൽ ആരെങ്കിലും കത്രിക എടുത്ത് കട്ട് ചെയ്യണം. ആരായിരിക്കും അത്? ഇനി ദൈവം വേണ്ടി എങ്ങാനും ആയിരിക്കോ? ഞാനൊരു കാര്യം പറയട്ടെ. ഈ പാവയുടെ കാലുകൾ മുറിച്ചു മാറ്റുന്നത് ആരാന്ന് എനിക്കറിയാം. സ്വന്തം വീട്ടിലെ പാവ നശിപ്പിക്കുന്ന ഒരു ക്രൈമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാലും നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇവിടെ കുറച്ച് ക്രൈമിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ നമ്മളെല്ലാവരും ഉണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് ആരെങ്കിലും അക്യൂസ് ചെയ്ത് അതൊരു പക്ഷേ ഹേർട്ട് ചെയ്തേക്കാം. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തത് നമ്മളൊരാൾ തന്നെയാണ്. ആരാ? അത് ഞാൻ പറയില്ല. പക്ഷേ സിറിയയ്ക്ക് ഞാൻ നോട്ട് ചെയ്ത് 1-2 കാര്യങ്ങൾ പറയാം. ഈ വീട്ടിൽ കുറേ പാവകളുണ്ട്, കുറച്ചേറെ പാവകൾ. അവിടെയും ഇവിടെയും നോക്കുന്നിടത്തെല്ലാം പാവകൾ. നമ്മുടെ ഈ സ്പെഷ്യൽ പാവകളുടെ കാര്യം എടുത്താൽ അത് 4 ഐഡൻറ്റിക്കൽ പാവകളാണ്. അതിൽ 3 എണ്ണത്തിൻ്റെ കാലുകൾ അറ്റുപോയിരിക്കുന്നു. അതൊരാൾ മുറിച്ചതാവാം, ഒന്നിലേറെ ആൾക്കാർ ചേർന്ന് മുറിച്ചതുമാവാം. പക്ഷേ ഈ മുറിവുകളെല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഈ കൂട്ടത്തിൽ ഒരാളുടെ സിഗ്നേച്ചറുള്ള മുറിവുകളാണിവ. ഇതാ ഈ പാവം ഞാനിങ്ങനെ നേരെ പിടിച്ചാൽ, ഈ കയ്യിൽ ഞാൻ ഈ കത്രികയും പിടിച്ചാൽ, ഞാൻ ഈ കാല് മുറിക്കുവാനാണ് കൂടുതൽ സാധ്യത. പക്ഷെ മുറിഞ്ഞതോ മറ്റേ കാല്. അപ്പോൾ ഞാൻ ഈ പാവ ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ എനിക്ക് നേരത്തെ കണ്ടുപോലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരാൾ പാവ ഇങ്ങനെ നേരെ തന്നെ പിടിച്ച് മുറിക്കാനാണ് സാധ്യതയെന്നാണ്. അപ്പോഴാണ് സിമിലറായ മറ്റു 2 പാവകളുടെ കേസ് കൂടി നമ്മുടെ മുമ്പിൽ വരുന്നത്. പക്ഷെ നോക്കൂ, ഈ 2 പാവകളിലും നേരത്തെ കണ്ടതുപോലെ വലത് കാലിൽ താഴെ നിന്ന് മുകളിലേക്കാണ് മുറിവുകൾ വന്നിരിക്കുന്നത്. അതായത് എല്ലാ പാവകളിലും ഒരേപോലുള്ള മുറിവുകൾ. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞാനൊന്ന് മാറി ചിന്തിക്കണം. ഇതാ ഈ വലത് കയ്യിലിരിക്കുന്ന കത്രിക ഞാൻ ഇടത് കൈയിലും, ഇടത് കയ്യിലിരിക്കുന്ന പാവ വലത് കൈയിലും പിടിക്കും. ഇപ്പോൾ കാര്യം സോൾവായി. ഇപ്പോൾ എനിക്ക് നേരത്തെ കണ്ടപോലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഈ വീട്ടിൽ തന്നെയുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ ചെയ്തു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സീന, അതെ, സീന തന്നെ. വേറൊരു ലെഫ്റ്റ് ഹാൻഡറെ ഞാനെവിടെയും കണ്ടില്ല. ഞാനും ജോജോയും വന്നപ്പോൾ ശ്രദ്ധിച്ചത് തന്നെ. സീനയുടെ ടേബിൾ മാത്രം ഗ്ലാസ് വലതുവശത്ത്, കസ്റ്റമൈസ്ഡ് ഫോർ എ ലെഫ്റ്റ് ഹാൻഡർ. മാത്തുച്ചേട്ടാ, ഞാൻ മാത്തുച്ചേട്ടാ, എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. അവൾ എന്നെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഡോൾസിൻ്റെ ഒക്കെ കാലുകൾ കട്ട് ചെയ്തു. ഞാൻ അല്ലെങ്കിൽ ഒരു ഒറ്റക്കാലിനാണല്ലോ. അപ്പൊ നീ ചെയ്തതോ? എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ വാങ്ങിച്ചിരുന്ന ബാർബി ഡോളിന്റെ മുടി മൊത്തം മുറിച്ചത് ദേവനാ. എന്നിട്ട് ആ പാവം ദേവമാനിനെ കള്ളിയാക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കിയത് ഇതാ, ഗ്രേറ്റ് ഫ്രണ്ട്സ് എന്നറിയപ്പെടുന്ന 2 പേരുടെ ഇടയിൽ എപ്പോഴും ഒരു റൈവൽറി ഉണ്ടാവും. നിങ്ങളുടെ കാര്യത്തിൽ അത് തന്നെ, സിബ്ലിംഗ് റൈവൽറി, സഹോദരങ്ങൾ തമ്മിലുള്ള ക്ലാഷ്. കൊച്ചിലെയുള്ള കീരിയും പാമ്പും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. പുറമേ ഉറുമ്പും പഞ്ചാരയാണെങ്കിലും. എന്നാൽ ഈ കശ്മീരി പാവകളെന്നും പറഞ്ഞ് മാത്തുകൂടി ഞങ്ങളെ കുറെ പേടിപ്പിച്ചു. എന്ത് കാശ്മീരി പാവകൾ? അങ്ങനെ ഒരു പാവയുടെ പേര് ഞാൻ തന്നെ ആദ്യം കേൾക്കുക. ജോജോ എല്ലാവരും സംശയിച്ചപ്പോൾ അത് ശരിക്കും ചെയ്തയാൾക്ക് ഞാനിട്ട് കൊടുത്തൊരു ബെയ്റ്റ്. അതിനെ ആദ്യം സപ്പോർട്ട് ചെയ്തതും അവളെ ആരും സംശയിക്കാതിരിക്കാനായി ദേവമി ആൻറ്റി എന്ന സ്ത്രീയുടെ കാര്യം ആദ്യം പറഞ്ഞതും സീന തന്നെ. അപ്പാ ഇത് കണ്ടോ? ജോജോ അങ്കിള് വാങ്ങിച്ചു തന്ന പുതിയ ഡോള്. ആണോ? അകത്തു പോയി കളിച്ചോ. ഡ്രാമ പ്രാക്ടീസ് അങ്ങനെ കുളമായി. ഇനി അടുത്ത സ്റ്റാഫ് മീറ്റിന് നോക്കാം.
പക്ഷെ മാത്തു, നീ പറഞ്ഞ് നിനക്ക് എൻ്റെ സ്വപ്നത്തിൽ നിന്ന് ഒരു ക്ലൂ കിട്ടിയെന്നല്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്ലൗസ് ഇട്ട കൈ വന്ന ആ ഡോൾ പൊക്കിയെടുത്തെന്ന്. ഞാൻ ശ്രദ്ധിച്ചത് ആ ഗ്ലൗസ് അല്ല, ആ കയ്യാ. അതൊരു ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു.